നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശയാത്രയിൽ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരണമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളൊക്കെ രംഗത്തെത്തിയിരിക്കുകയാണ്. പിണറായിയുടെ യാത്ര രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ളവരുടെ തീരുമാനം. മുതിർന്ന കോൺഗ്രസ് നേതാവും തൃശ്ശൂരിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയുമൊക്കെ ആയ കെ മുരളീധരനാണ് ആദ്യമായിട്ട് അതിന് വെടിപൊട്ടിച്ചിരിക്കുന്നത്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു മുരളീധരൻ്റെ ആദ്യത്തെ ആവശ്യം. കാര്യം, സംസ്ഥാനത്തെ ഭരണത്തലവനാണ് പിണറായി വിജയനെന്നും പൊതുപ്രവർത്തകർക്ക് രഹസ്യമുണ്ടാകേണ്ട ആവശ്യമില്ല എന്നും മുരളീധരൻ പറഞ്ഞു. ഔദ്യോഗിക യാത്ര അല്ലാത്തതിനാൽ തന്നെ എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നത് എന്ന് വിശദീകരിക്കണമെന്നാണ് മുരളിയുടെ ആവശ്യം. 16 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് പോകുന്നതെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഭാര്യ കമലയും കൊച്ചുമകനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്തു. സ്വകാര്യ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദുബായിലേക്ക് പോകുന്നത് എന്നത് മാത്രമായിരുന്നു ഒരറിയിപ്പ് എന്ന് പറഞ്ഞ് അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. അതേസമയം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ആ യാത്രയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ്റെ 19 ദിവസത്തെ വിദേശയാത്രയ്ക്ക് പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നത് ശരിയല്ല. അതാണ് സുരേന്ദ്രൻ്റെ പരാമർശം. സ്വകാര്യ യാത്രയാണെങ്കിൽ മുഖ്യമന്ത്രി സ്വന്തം പണം മുടക്കണം എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. നാടിൻ്റെ ആവശ്യങ്ങൾക്ക് ഭരണാധികാരികൾ വിദേശത്തേക്ക് പോകുമ്പോഴാണ് ഖജനാവിലെ പണം ഉപയോഗിക്കേണ്ടത്. കേരള മുഖ്യമന്ത്രി ആകട്ടെ കുടുംബസമേതം വിദേശത്തേക്ക് ഉല്ലാസയാത്ര നടത്തുന്നതാണ്, അതാണ് പതിവ് എന്നും സുരേന്ദ്രൻ പരിഹാസ രൂപേണ പറയുകയാണ്. അതായത് കോൺഗ്രസ് ഈ വിഷയത്തിൽ വിമർശനം കടുപ്പിക്കുന്നതിനിടെയാണ് BJPയും കൂടി സമാനമായിട്ടുള്ള ആരോപണവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇതേസമയം നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ദുബായ് സന്ദർശനത്തിന് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് നടക്കാൻ പോകുന്നത്. കൂടാതെ മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യയുമൊക്കെ മുഖ്യമന്ത്രിയുടെ മകളുമായ വീണയും 4 ദിവസം മുമ്പ് തന്നെ ദുബായിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നുള്ളതാണ്. ദുബായിക്ക് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും റിയാസും വീണയും ഒക്കെ സന്ദർശനം നടത്തുന്നുമുണ്ട്. 19 ദിവസത്തേക്കാണ് റിയാസിന് ഈ യാത്രയ്ക്കുള്ള അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ അതേസമയം നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയായിട്ടുള്ള മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെ വിദേശ സഞ്ചാരങ്ങൾ സർക്കാരിന് മൗനം. ടൂറിസം മന്ത്രിയുടെ സന്ദർശനങ്ങളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള നിയമസഭയുടെ ചോദ്യത്തിന് 3 മാസമായിട്ടും മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ നൽകിയിട്ടില്ല. ടൂറിസം മന്ത്രി എത്ര തവണ വിദേശ സഞ്ചാരം നടത്തി, സന്ദർശിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്, സന്ദർശന തീയതി ഏതൊക്കെയാണ്, താമസിച്ച ഹോട്ടൽ ഏതാണ്, സന്ദർശനങ്ങൾക്കായിട്ട് ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക എത്രയാണ്, മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വിദേശയാത്രയിൽ അവരോടൊപ്പം അനുഗമിച്ചിരുന്നു, അവരുടെ ചിലവ് ആരാണ് വഹിച്ചത്, ഈ ചോദ്യങ്ങൾക്കാണ് മറുപടി ഇല്ലാതായി പോകുന്നത്. തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള കെ ബാബുവാണ് ഈ വർഷം ഫെബ്രുവരി 1 മന്ത്രിയോട് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നത്. ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് 5 തവണയെങ്കിലും റിയാസ് വിദേശ സന്ദർശനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. ഫ്രാൻസ് ഉൾപ്പെടെ പല വിദേശ സന്ദർശനങ്ങളിലും ഭാര്യ വീണ റിയാസിനെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. ഖജനാവിൽ നിന്നും പണം മുടക്കിയുള്ള ഈ യാത്രയിൽ എന്ത് ഗുണമുണ്ടായി എന്ന കാര്യത്തിൽ ഒരു ഉത്തരവും സർക്കാർ നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും ഇപ്പോൾ ദുരൂഹമായി തുടരുകയാണ്. നേരത്തെ വിദേശയാത്രയ്ക്ക് ശേഷം നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെയൊക്കെ കാണുന്ന ഒരു സാഹചര്യം പതിവായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പതിവുമൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. 4 ദിവസം മുമ്പ് റിയാസും വീണയും ദുബായിലേക്ക് പറക്കുന്നു. 19 ദിവസത്തേക്ക് റിയാസിൻ്റെയും വീണയുടെയും യാത്ര അങ്ങനെ തരപ്പെടുത്തിയിട്ടുണ്ട്. ദുബായിക്ക് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ റിയാസും വീണയും ഒക്കെ സന്ദർശനം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്കും കൊച്ചുമകനുമൊപ്പം മുഖ്യമന്ത്രിയും ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ദുബായ് യാത്രയ്ക്കായിട്ട് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വകാര്യ സന്ദർശനമെന്നാണല്ലോ ഈ യാത്രയ്ക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം എന്ന് പറയപ്പെടുന്നത്. ഈ ഔദ്യോഗിക വിശദീകരണത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഈ പശ്ചിമ ബംഗാൾ, ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല? പകരം വിദേശയാത്രയ്ക്ക്, ഇങ്ങനെ ഉല്ലാസയാത്രയ്ക്ക് പോകേണ്ട ആവശ്യം എന്താണ്? വിദേശത്തേക്ക് പോകുന്നു. അത് ഒരു ദുബായിൽ മാത്രമല്ല, ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ യാത്ര നടത്തുന്നു. അങ്ങനെ പല മേഖലകളിലേക്ക് ഉല്ലാസയാത്രകളൊക്കെ നടത്തി തിരിച്ചു വരാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ ഇത്ര പെട്ടെന്ന് ഒരു വിദേശയാത്ര തരപ്പെടുത്തിയത് ആരാണ്? അല്ലെങ്കിൽ ഈ വിദേശയാത്രയ്ക്ക് പിന്നിൽ എന്താണ്? ഇങ്ങനെ ദുരൂഹമാകുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പെട്ടെന്നൊരു വിദേശയാത്ര നടത്താൻ എന്താണ് കാരണമെന്ന് പൊതുസമൂഹം ചോദിച്ചാൽ അതിനൊരു മറുപടി മുഖ്യമന്ത്രിക്ക് പറയേണ്ടതല്ലേ? മകനെ കാണാനാണ് ദുബായിലേക്ക് പോകുന്നത് എങ്കിൽ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ആരെ കാണാനാണ് പോകുന്നത് എന്ന് പറയണ്ടേ?
ദുബായിൽ മകനെ കാണാം, മകൻ്റെ കുട്ടികളോടൊപ്പം സഞ്ചരിക്കാം, ജീവിക്കാം, ഉല്ലസിക്കാം, അതിനുശേഷം മടങ്ങി വരാം. പക്ഷേ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും കാണാൻ പോകുന്നത് ആരെ എന്ന് കൂടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്നത് CPMൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ മാത്രം സ്വത്തല്ല. മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുമ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ പൊതു സ്വത്താണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പൊതുസമൂഹത്തോട് ബാധ്യതയുള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നുള്ളതുകൊണ്ട് കൃത്യമായ ഉത്തരം നൽകുവാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും പിണറായി വിജയനുണ്ട്. ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയപ്പെടുന്ന ടൂറിസം മന്ത്രി നടത്തുന്ന വിദേശയാത്രകൾക്കടക്കം ചിലവഴിക്കുന്ന തുക അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പൊതുസമൂഹത്തെ അറിയിക്കുന്നില്ല എന്നതിനും കൃത്യമായ ഉത്തരം നൽകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആ ഉത്തരം നൽകാതെ, ഈ രണ്ട് കാര്യങ്ങൾക്കും ഉത്തരം നൽകാതെ മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എങ്കിൽ സോഷ്യൽ മീഡിയകളിലോ മറ്റ് വാർത്താമാധ്യമങ്ങളിലോ പടച്ചുവിടപ്പെടുന്ന വാർത്തകളായിരിക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് അഴിമതിയാണ് എന്ന് വിളിച്ചു പറയപ്പെടുമ്പോൾ, നിങ്ങൾ ചെയ്യുന്നത് സ്വജനപക്ഷപാതമാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അതിൽ വേദന തോന്നിയിട്ടും കാര്യമില്ല. മുഖ്യമന്ത്രിക്ക് മറുപടി പറയുവാനുള്ള ബാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയേണ്ടതുണ്ട്. റിയാസ് എത്ര രൂപ പൊടിച്ചിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കുന്നതിന്? മുഖ്യമന്ത്രി ദുബായിലല്ലാതെ മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായ ഉത്തരം പറയുന്നുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയുടെ സുതാര്യത വർദ്ധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ടൂറിസം മന്ത്രിയായിട്ടുള്ള റിയാസുമൊക്കെ അഴിമതിയുടെ കൂത്തരങ്ങിൽ പെടുന്നു എന്നുള്ള സത്യം മറ്റു മാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് വിളിച്ച് ബോരിയിടുവാൻ നിങ്ങളുടെ അണികൾ രംഗത്ത് വരരുത്. കാരണം ഈ പൊതുസമൂഹത്തെ നിങ്ങളത് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളെ അഴിമതിക്കാരെന്നും സ്വജനപക്ഷപാതികളും എന്ന് തന്നെയായിരിക്കും ഈ പൊതുസമൂഹം വിളിക്കുക എന്ന് മറക്കാതിരിക്കുക.